ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ സർപ്രൈസുകൾ നിറഞ്ഞ ഒരു പിറന്നാളായിരുന്നു ഇത്തവണത്തേത്. ആദ്യം എനിക്ക് സമ്മാനം തന്നത് എൻ്റെ ജാനിക്കുട്ടിയാണ്. ജാനിക്കുട്ടിയുടെ സമ്മാനം എങ്ങനെയുണ്ടെന്ന് എൻ്റെ പ്രിയങ്ങൾ പറയണം കേട്ടോ. പ്രത്യേകതകളൊന്നുമില്ലാതെ കടന്നു പോകേണ്ടിയ ഒരു ദിവസത്തെ എൻ്റെ പ്രിയപ്പെട്ടവർ കളറാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ഉച്ചയ്ക്ക് എനിക്ക് സർപ്രൈസായിട്ട് ഒരു കേക്ക് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് കിട്ടി കേട്ടോ. അത് എൻ്റെ പ്രിയപ്പെട്ട പ്രസന്ന ചേച്ചിയുടെ വകയായിരുന്നു. ചേച്ചി കംപ്ലീറ്റ് റെസ്റ്റിൽ വീട്ടിലിരിക്കുകയാണ്. അത് കൊണ്ട് എത്തിച്ചു തരാൻ ഒരാളെ ഏർപ്പാട് ചെയ്തതാണ്. കേക്ക് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ജാനിക്കുട്ടിയും കൂക്കൂനെയും കുഞ്ഞോനെയും വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, കൊച്ചോൾ എന്നോട് പറയാതെയാണ് വന്നത്. എന്നാൽ പിന്നെ എല്ലാവരും കൂടി സന്തോഷമായിട്ട് കേക്കൊക്കെ മുറിച്ച് കഴിക്കാം എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലോട്ട് പോരുന്നു. കുളിയും ജപമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ദേ കൊച്ചോളുടെ വകയാണ് ഈ ചോക്ലേറ്റും ലഡുവും ഒക്കെ കേട്ടോ. അതൊക്കെ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് അമ്മയെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്ക് അങ്ങോട്ട് വന്നേ. അപ്പോഴേക്കും അടുത്ത സർപ്രൈസ് വന്ന് കണ്ടോ. ശാലോം കേക്കുമായിട്ട് വന്നതാണ്. മുത്തും ശാലോമും ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു വൈകിട്ടത്തേക്കുള്ള ഈ പരിപാടി. എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരു ചോക്ലേറ്റ് പോലും വാങ്ങിക്കണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ. ചോക്ലേറ്റും കേക്കും സർപ്രൈസ് ഗിഫ്റ്റുകളും ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു ആശംസയെങ്കിലും കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ചിരുന്ന എത്രയോ പിറന്നാളുകൾ കടന്നു പോയിരിക്കുന്നു. അന്നൊന്നും കിട്ടാത്ത ഒരുപാട് ആശംസകളും പ്രാർത്ഥനകളും പിന്നെ ദേ സന്തോഷത്തിൻ്റെ ഈ പൂക്കാലവും ഈ പിറന്നാളിന് എനിക്ക് കിട്ടി. അതിന് ഈശ്വരനോട് നന്ദി പറയുന്നു. ഒപ്പം എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം അറിയിക്കുന്നു. പിന്നെ ശാലോം വന്നപ്പം മുത്തിൻ്റെ പ്രസൻസാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു സങ്കടം പോലും ഞാൻ മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു പിറന്നാൾ ദൈവം എന്നിലേക്ക് ചേർത്ത് വെച്ചു. ഹൃദയമുരുകി നമ്മൾ ഒരിക്കലെങ്കിലും കണ്ണീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീരിന് ഈശ്വരൻ്റെ മുമ്പിൽ വിലയുണ്ടാവും. അന്ന് തന്ന സങ്കടങ്ങൾക്കെല്ലാം 100 ഇരട്ടി സന്തോഷങ്ങൾ ദൈവം നമുക്കായി കാത്തു വെച്ചിട്ടുണ്ടാവും. അത് നമ്മളിലേക്ക് വന്നെത്തും വരെ ഒന്ന് കാത്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു.